ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് കെയർ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത് ഒരു ബക്കറ്റിൽ ചൂടുവെള്ളം വേണം, ഇളം ചൂടുവെള്ളം. പിന്നെ ഷാമ്പു യൂസ് ചെയ്യുക, ഷാമ്പു കുറച്ച് ഒഴിക്കുക. പിന്നെ നാരങ്ങ നീര്, കുറച്ച് ഉപ്പ്. ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെള്ളം കലക്കിയതിന് ശേഷം കാല് ഡിപ്പ് ചെയ്ത് വെക്കണം. അപ്പം നെയിൽ പോളിഷ് കളയാൻ മറക്കരുത്. ഞാനിവിടെ ആദ്യം മറന്നു പോയതാണ്. രണ്ടാമത് ഞാനത് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്നുണ്ട്. നെയിൽ പോളിഷ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം കാലതിൽ കുത്തി വെക്കുക. ഒരു 10 to 15 മിനിറ്റോളം കാലിങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കണം. നല്ല സുഖമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു റിമൂവർ യൂസ് ചെയ്തിട്ട് എൻ്റെ നെയിൽ പോളിഷ് കളയുന്നുണ്ട്. പിന്നെ എനിക്ക് വീഡിയോ എടുത്തരാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനൊരു കൈനെ കൊണ്ട് വീഡിയോ എടുക്കുന്ന മറ്റേ കൈനെ കൊണ്ട് ഇത് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഇതിലുണ്ടാവും. പക്ഷേ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഞാൻ പുറത്തുനിന്നാണ് ചെയ്യുന്നത്. ഉള്ളിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ക്ലീൻ ആക്കണമല്ലോ. ഇത് പുറത്താകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പുറത്തുനിന്നാണ് ചെയ്യുന്നത്. കുറച്ച് സമയമുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പെഡിക്യൂർ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ വീടിൻ്റെ ആദ്യം കാണിച്ച പോലെ എൻ്റെ കാലിൻ്റെ സൈഡിൽ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അത് എനിക്കെന്ന് വെച്ചാൽ ഒരു 6 വർഷത്തിനുള്ളിൽ ഉണ്ടായ സാധനമാണ്. വെയിൽ കൊണ്ട് ടാൻ അടിച്ച് അത് കെയർ ചെയ്യാണ്ടിരുന്ന് പിന്നെ ഞാൻ കുറച്ച് നേരം തടിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മളെ സ്കിന്നിൻ്റെ നമ്മുടെ ശരീരത്തിൽ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ അവിടുത്തെ സ്കിന്നിങ്ങനെ തിക്കൺ ചെയ്തിട്ട് വരും. അങ്ങനെ തിക്കൺ ചെയ്ത് ഞാൻ കെയർ ചെയ്യാണ്ട് അങ്ങനെ ആയതാണ്. ഇപ്പം ഞാൻ ഒരു വർഷത്തോളമായിട്ട് ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു വരുന്നതാണ്. പെഡിക്യൂർ ഞാൻ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് എൻ്റെ കാലിൽ കാണുന്നുണ്ട്. ഞാൻ പീൽ ചെയ്തിട്ടുണ്ട്, ബോഡി പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരുപാട് ക്രീംസ്, നമ്മളെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ക്രീം, അങ്ങനത്തെ ഒരുപാട് ക്രീംസ് എല്ലാം ഞാൻ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തം ചെയ്തതല്ല, ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്തതാണ്. കുറച്ച് യൂസ് ചെയ്യും, പിന്നെ നിർത്തും. എനിക്കത് മടി ആയതുകൊണ്ടാണ്. ആക്ച്വലി ഇപ്പം ഞാൻ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചറൈസേഷൻ കുറയുന്ന സമയത്താണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനെ തിക്കൺ ചെയ്ത് വന്നിട്ട് അത് നല്ല രീതിയിൽ ലെയറായിട്ട് ഇങ്ങനെ ആവുന്നത്. മോയ്സ്ചറൈസേഷൻ കുറയുന്ന സമയത്ത് കാല് വീണ്ടും ഇതുപോലെ തന്നെ ആവും. യൂറിയ ബേസ്ഡ് ആയിട്ടുള്ള ക്രീംസോ അല്ലെങ്കിൽ ലൈറ്റനിങ് ക്രീംസോ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. പിഗ്മെൻറ്റേഷൻ കുറക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ജസ്റ്റ് കണ്ടു നോക്കുക. ഇപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. 1 മാസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താ ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബ്രഷില്ലേ, ആ ബ്രഷ് യൂസ് ചെയ്തിട്ട് കാലിൽ ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാല് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പം ഡെഡ് സെൽസ് എല്ലാം എളുപ്പത്തിൽ റിമൂവ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ നാരങ്ങ നീര് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിന് നാരങ്ങ തൊണ്ടെടുത്തിട്ട് കാലിന് മൊത്തം ഒന്ന് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതും നല്ലതാണ്. ഇത് ചെയ്തതിന് ശേഷം പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കിട്ടിയ പോലെ ഉണ്ടാവും. ജസ്റ്റ് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഇത് കഴുകി കളയണമെന്നല്ല, കളഞ്ഞിട്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു പാത്രത്തിൽ കോഫി പൗഡർ, പിന്നെ കടലപ്പൊടി, തൈര് അല്ലെങ്കിൽ പാല്. തൈരാണ് നല്ലത് ടാൻ പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം തൈരാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറുനാരങ്ങ നീര്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക, എന്നിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല ഹാഷായിട്ട് സ്ക്രബ് ചെയ്യരുത്, പിഗ്മെൻറ്റേഷൻ കൂടും. സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം വെക്കുക. കോഫി പൗഡർ നമ്മളെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണല്ലോ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. ഞാൻ എൻ്റെ മുഖത്തും എല്ലാത്തിനും കോഫി പൗഡർ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കോഫി പൗഡർ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തന്നെ കാലിൽ പെട്ടെന്ന് നല്ലൊരു ടാൻ പോയത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുവരെ ആരെങ്കിലും കാലും കൈയും ഒന്ന് കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ടനെ തുടങ്ങുക. ജസ്റ്റ് ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം തന്നെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ സ്ഥലത്തും ഈവണായിട്ട് അപ്ലൈ ചെയ്യുക. മെല്ലെ മെല്ലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം വെക്കുക. ഒരു 15 മിനിറ്റ് വെച്ചാൽ നല്ലത്. ഇത് അധികം ഡ്രൈ ആവുമൊന്നുമില്ല, ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. എന്നാലും ഓവറായിട്ട് ഡ്രൈ ആക്കാൻ വിടണ്ട. ഒരു സെമി ഡ്രൈ ആയി എന്നാൽ ഡ്രൈ ആയിട്ടില്ല എന്നൊരു കണ്ടീഷനിൽ വെച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ കാലൊന്ന് കഴുകുക. ഞാൻ ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടിയിട്ട് ബോഡി പീൽ ചെയ്തിട്ടുണ്ട് കാലിന്. ഞാൻ ഏകദേശം ഒരു 4 സെഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. 4 സെഷൻ കഴിഞ്ഞിട്ട് എനിക്ക് അവിടുത്തെ സ്കിന്ന് കുറച്ച് ഒരു ബേബി സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും എനിക്കത് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം കുറച്ച് റേറ്റ് ഉണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പെഡിക്യൂറും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആയ സമയത്ത് എനിക്ക് നല്ല വ്യത്യാസം വന്നു. ഇതിൻ്റെ ഡബിൾ ഉണ്ടായിരുന്നു പിഗ്മെൻറ്റേഷൻ. അപ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വന്നു. പിന്നെ ഞാൻ കോട്ടാരൽ എന്ന് പറഞ്ഞൊരു ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് അവിടുത്തെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര വലിയ സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ കെയർ ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ലല്ലോ, നമ്മൾ തന്നെ കെയർ ചെയ്യണമല്ലോ. പിന്നെ ജസ്റ്റ് ഇത് കഴുകിക്കളയാം. ആ വെള്ളത്തിൽ തന്നെ കഴുകിക്കളഞ്ഞാൽ മതി.
ഇത് കഴുകി കളയുമ്പോൾ തന്നെ കാലിന് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ടാവും. ഒരു റിംഗ് ലൈറ്റോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഡേ ലൈറ്റിലാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്കങ്ങനെ വലിയൊരു റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ കയ്യും കാലും ഒന്നും കെയർ ചെയ്യാത്ത ഒരാളാണ് ഇത് ചെയ്തെന്നുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. വെറുതെ തള്ളുന്നതല്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് അപ്ലൈ ചെയ്യലാണ്. ഈ പാക്ക് ഞാൻ ആക്ച്വലി ഒരാഴ്ച മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പെഡിക്യൂർ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണെന്ന്. ഇതിൻ്റെ ലിങ്ക് ജസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബീട്രൂട്ടാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ജസ്റ്റ് ആ പാക്ക് എടുക്കുക. ആ പാക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ കാലിൽ അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്യാം. കാലിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നമ്മൾ കയ്യിലും ജസ്റ്റ് പാക്ക് അപ്ലൈ ചെയ്യാം. ഇത് ആക്ച്വലി യൂട്യൂബിൽ ഒരു കാലത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ. ഇപ്പോഴും ഒരാൾക്കാർ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ പാക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പാക്കാണ്. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ടാനായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പാക്ക് യൂസ് ചെയ്യും. കണ്ടിന്യൂസ് ഒരു 3-4 ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ ടാൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ ബീട്രൂട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പിങ്കിഷ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടും. നല്ല രസമാണ് ഇത് ചെയ്തതിന് ശേഷം കാണാൻ. കാല് കാണാൻ നല്ല ബേബി സ്കിൻ ഉണ്ടാവില്ലേ, ഒരു പിങ്ക് കളറായിട്ടുള്ള അങ്ങനെ ഉണ്ടാവുക. ഇതെല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യുക. 2 കാലിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിൽ കഴുകി കളയാന്ന് വേണ്ടത്. ജസ്റ്റ് കഴുകിയതിന് ശേഷം നമുക്ക് കാണാം. ഇത് നിങ്ങൾ കണ്ട ലൈവാണ്. ഞാനൊരു ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. സൺലൈറ്റിലെടുത്ത സാധനമാണ്. പിങ്കിഷ് ആയതുപോലെ നോക്കത് ബീട്രൂട്ട് യൂസ് ചെയ്തുകൊണ്ടാണ്. അടിപൊളി റിസൾട്ട് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം. ബോർ എടുക്കുന്നുണ്ടെങ്കിൽ 2xലോ 1.5 ലിറ്ററിലോ കണ്ടാൽ മതി. താഴെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ തുടർന്നുള്ള ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.